കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവവചനത്തിനുമായിട്ട് നിൽക്കാനായിട്ട് ദൈവം അനുവദിച്ച സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ യേശു കർത്താവിൻ്റെ ക്രൂശ് അല്ലെങ്കിൽ ക്രൂശ് മരണത്തിന് കൊടുത്ത പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ 2-3 ആഴ്ചകളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കൊലോസ്യ ലേഖനത്തിൽ നിന്നേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ 2 ഭാഗങ്ങളിൽ നിന്നാണ് ഇന്ന് രാത്രികാലം സംസാരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ വേദവാക്യം വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വന്ന ഒരു പ്രത്യേക വാക്കാണ് ഇന്ന് രാത്രി ഈ ഭാഗത്ത് നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രൂസിലൂടെ നമുക്ക് ലഭിച്ച നിരപ്പ്, അതായത് റിക്കൺസിലിയേഷൻ ത്രൂ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ വിഷയത്തിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇന്ന് രാത്രി നമ്മൾ ഈ ഭാഗത്തു നിന്നും അതോട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് വലിയ വിശദീകരണങ്ങൾ കൂടാതെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കും. ഇതിൻ്റെ പശ്ചാത്തലം നാം ഒന്ന് മനസ്സിലാക്കിയാൽ, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമായ ദൈവസഭയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ ശരീരത്തിൻ്റെ തലയായിരിക്കുന്ന ക്രിസ്തുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് പിതാവായ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക എന്ന് പറയും. നമുക്കറിയാം ആ വാക്കിൻ്റെ ഏകദേശ ഭാഷയിലുള്ള അർത്ഥം. 2 പാർട്ടികൾ അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയാതെ വരുമ്പോൾ ഒരു മധ്യസ്ഥൻ വന്ന് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കുന്ന രീതിയാണ് സാധാരണ ലോകത്ത് നാം കാണുന്നത്. എന്നാൽ ഇവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന അങ്ങനെയുള്ള ഒരവസ്ഥാവിശേഷമല്ല. അഥവാ ഇവിടെ പറയുന്നത്, പിതാവിന് പ്രസാദം തോന്നി, അഥവാ ദൈവം തന്നെയാണ് ഈ നിരപ്പിൻ്റെതായ ശുശ്രൂഷയ്ക്ക് മുൻകൈയെടുത്തത് എന്ന് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വതവേ ആ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവൻ്റെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന രംഗമാണ് നാം കാണുന്നത്. ലോകത്തുള്ള മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് സ്വീകാര്യനായി തീരുവാൻ അവൻ പല കാര്യങ്ങൾ ചെയ്യണം, നൊയമ്പ് നോക്കണം, അല്ലെങ്കിൽ ഭക്ഷണങ്ങളിൽ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തണം, ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ധ്യാനം കൂടണം, അല്ലെങ്കിൽ മറ്റ് പല പല സംവിധാനങ്ങളുണ്ട്. ഏത് രീതിയിലായാലും ദൈവത്തിന് സ്വീകാര്യനായി തീരുവാനായിട്ട് അവനാഗ്രഹമുള്ളതാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ മതങ്ങളൊക്കെ ആ നിലയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്തി ദൈവത്തെ പ്രീതിപ്പെടുത്താനും ദൈവത്തിൻ്റെ കോപത്തിന് ശമനം വരുത്താനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അംഗീകാര യോഗ്യനായി തീരാനും ഒക്കെ ഒരു പരിശ്രമിക്കുന്ന സംവിധാനങ്ങളാണ് എല്ലാ മതങ്ങളും. ക്രിസ്തീയ മതവും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ക്രിസ്തീയ മതം, ക്രിസ്തീയ മാർഗമല്ല, ക്രിസ്തീയ മതം എന്ന് നാം ഇന്ന് ലോകത്ത് കാണുന്ന മതങ്ങളും ഈ നിലയിലുള്ള ചിന്താഗതികളൊക്കെ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. അവരുടേതായ രീതികളിൽ നാം മനസ്സിലാക്കിയാൽ കാണാൻ സാധിക്കും. ചില പ്രത്യേക സമയങ്ങളിൽ
ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കത്തക്കവണ്ണം ചില മാനസികാവസ്ഥയിലേക്ക് ഉയരുവാനായിട്ട് വൈകാരികമായ ചില ആശയങ്ങളൊക്കെ അവരെ പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് ഇതൊന്നുമല്ല. ദൈവവചനം നമ്മോട് പറയും, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് പിതാവ് തന്നോട് നിരപ്പിപ്പാനായിട്ട് പ്രസാദം തോന്നിയത് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ആണ് ഈ നിരപ്പ് സാധിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. പഴയ നിയമങ്ങളൊക്കെ നാം പഠിച്ചാൽ പഴയ നിയമത്തിൽ അവിടെ യാഗങ്ങളും ഇതൊക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർക്കുകയുണ്ടായി. അതൊക്കെ ഒരു താൽക്കാലിക സംവിധാനങ്ങൾ മാത്രമായിരുന്നു. പരിപൂർണമായ യാഗം നടക്കുന്നതിന് മുമ്പ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുമായിട്ട് ദൈവം വെച്ച താൽക്കാലിക സംവിധാനങ്ങളാണ് യാഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. എന്നാൽ അതൊന്നും പൂർണ്ണമായ തൃപ്തി വരുത്താൻ കഴിയാത്തതായതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ യാഗം പര്യാപ്തമായി വന്നത്, ആവശ്യമായി വന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ നാം പറയുന്നത് നിരപ്പിക്കുവാൻ പ്രസാദം തോന്നി എന്ന് പറഞ്ഞാൽ എന്താ നിരപ്പിക്കേണ്ട ആവശ്യം വരുന്നത്? ശത്രുതാ മനോഭാവം ഉള്ളതുകൊണ്ടാണ് നിരപ്പിക്കേണ്ട ആവശ്യമുള്ളത്. സൗഹൃദം പുലർത്തുവാൻ വേണ്ടി. അതായത് ദൈവത്തോട് ശത്രുക്കളാണ് മനുഷ്യൻ എന്ന് പുതിയ നിയമം എല്ലാ സ്ഥലത്തും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. പഴയ നിയമത്തിലും അതിൻ്റെ ആശയങ്ങളുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ആദം ഹൗവ ദമ്പതിമാർ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടവരും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയെങ്കിലും മനുഷ്യനത് കഴിയാതെ പോയി, പരാജയപ്പെട്ടു പോയി, പാപം ചെയ്തു പോയി. ദൈവികമായ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ പറ്റി ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തവനായിട്ട് അവൻ ഓടി ഒളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ അവന് ബോധ്യമുണ്ട്, എനിക്ക് ദൈവത്തെ നേടാനായിട്ട് സാധ്യമല്ല, എൻ്റെ പാപം മുഖാന്തരം ഞാൻ അന്യപ്പെട്ടവനാണ് എന്നുള്ള ആശയം. നാം എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പലപ്പോഴും വായിക്കുന്ന വാക്യമാണ്. അവരുടെ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ജഡത്തിനും മനോകാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കണം, നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം മുഴുവൻ ഈ നിലയിലായിരുന്നു. അവിടെ പറയുന്നത് കോപത്തിൻ്റെ മക്കളായിരുന്നു. ദൈവിക കോപത്തിന് മാത്രം യോഗ്യമായ രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു ആ ജീവിതശൈലിയൊക്കെ അവിടെ വിവരിക്കുന്നത്. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലും ദൈവത്തിന് സ്വീകാര്യമായ രീതിയിലല്ല മനുഷ്യൻ ജീവിച്ചു വന്നിരുന്നത്. അതിൻ്റെ കാരണം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചത് അത് ആത്മീയ മരണമാണ് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് നാം വായിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൗതികമായ ജീവൻ അവനുണ്ട്. അപ്പോൾ ഭൗതികമായ ജീവനുണ്ടെങ്കിലും ആത്മീയമായ ബന്ധം അവൻ നഷ്ടപ്പെട്ടു മരിച്ച അവസ്ഥയിലാണ് ദൈവത്തോടു കൂടെ. അപ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം വന്നേ മതിയാകും. നാം ഇത് വായിക്കുമ്പോൾ മറ്റ് 1-2 വാക്യങ്ങൾ കൂടി ഈ നിരപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ, പൗലൂസ് തന്നെ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. റോമാലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. അത് നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. റോമാലേഖനം 5-ന്റെ 10-ാമത്തെ വാക്യം. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നന്നായതിന് ശേഷം അവനെ സ്വീകരിക്കുന്നു എന്നല്ല. അവൻ ശത്രുവായിട്ട് ജീവിക്കുമ്പോൾ തന്നെ ദൈവം അവന് സംവിധാനമൊരുക്കി അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നിരപ്പിനുള്ളതായ ഒരു വഴിയൊരുക്കി. ഒരു വാക്യത്തോട് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. അതും നമ്മൾ സാധാരണ ഉദ്ധരിക്കുന്ന വാക്യമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം. ദൈവലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ മക്കൾ വരവേൽപ്പിച്ചിരിക്കുന്നു.
20-ാം വാക്യം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളും എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിക്കുന്നത് പോലെ ആകുന്നു. ഇവിടെ നാം വായിക്കുന്നത് പുതിയ സൃഷ്ടിയാകുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് പറയുന്നത്. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അല്ലെങ്കിൽ ദൈവമാണ് അതിൻ്റെ ഒറിജിനേറ്റർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിയിൽ രൂപപ്പെട്ട ഒരാശയമല്ല ഇത്. ദൈവമാണ് ഈ കാര്യം സംവിധാനം ചെയ്തത്. പലപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ചിലർക്കൊക്കെയും ഒരു തെറ്റായ ആശയം, ദൈവത്തിൻ്റെ ക്രോധത്തെ ശമിപ്പിക്കാനായിട്ട് ക്രിസ്തു ഇടനിന്നപ്പോൾ ദൈവ കോപം ശമിച്ച് ദൈവത്തെ മനുഷ്യനെ സ്വീകരിച്ചു എന്ന്. അങ്ങനെ ഒരു ആശയമല്ല വേദപുസ്തകം, പ്രത്യേകിച്ച് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ സംവിധാനം, ഈ നിരപ്പിൻ്റെ സംവിധാനം ഉടലെടുത്തത് തന്നെ ദൈവത്തിൻ്റെ മനസ്സിലാണ്. അതിനൊക്കെ സകലത്തിനും കാരണഭൂതൻ ദൈവമാണ്. അവിടെ പറയുന്നത് ആ കാരണഭൂതനായ ദൈവം ഒരുക്കിയ രക്ഷാമാർഗം എന്ന് പറയുന്നത് ക്രിസ്തു മൂലം നമ്മോട് നിരപ്പിച്ചു. ആ ക്രിസ്തു മൂലം നിരപ്പിക്കുമ്പോൾ നീതിമാനായ ദൈവത്തിന് അങ്ങനെ വെറുതെ ഇങ്ങനെ നീതീകരിക്കാനോ അങ്ങനെ നിരപ്പിക്കാനോ സാധ്യമല്ല. ആ പ്രശ്നത്തിന് പരിഹാരം കാണണം. ചിലപ്പോഴൊക്കെ നമ്മൾ മനുഷ്യരായ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കാര്യങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ വിട്ടുകളയാൻ കഴിയും. ഈ എന്തിനാണ് ഇത്രയധികം വഴക്കും വാശിയൊക്കെ ഉണ്ടാക്കുന്നത്, കണ്ടില്ല എന്ന് നടിക്കാനൊക്കെ പോട്ടെ, സാരമില്ല. അങ്ങനെ ദൈവത്തിന് മനുഷ്യൻ്റെ പാപത്തെ കണ്ണടച്ച് കളയാനായിട്ട് സാധ്യമല്ല. ദൈവം നീതിമാനായതുകൊണ്ടും വിശുദ്ധനായതുകൊണ്ടും തൻ്റെ നീതിക്കും വിശുദ്ധിക്കും യോജിക്കാത്ത വിധത്തിൽ, അഥവാ തൻ്റെ സ്വഭാവത്തിന് വിപരീതമായി മനുഷ്യനെ സ്വീകരിക്കാനായിട്ട് സാധ്യമല്ല. അതിനാണ് നാം അവിടെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, ലംഘനങ്ങൾ കണക്കിടേണ്ടത് ലോകത്തിനാണ്, അത് പുത്രനിലേക്ക് കണക്കിട്ടുണ്ട് ക്രിസ്തുവിലൂടെ നമ്മെ നിരപ്പിച്ചു. എന്നിട്ട് പിന്നെ പറയുന്നു, ഈ നിരപ്പിൻ്റെ വചനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് പറയുന്ന ആ പ്രക്രിയയാണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം എന്ന്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നാം പറയും? മനുഷ്യൻ പാപിയാണെന്നും ദൈവത്തിൽ നിന്ന് അകന്നവനാണെന്നും ദൈവസന്നിധിയിലേക്ക് വരാൻ യോഗ്യനല്ലെന്നും ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് യേശുക്രിസ്തുവിലൂടെ ഉള്ളതെന്നുള്ള ആ സത്യം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ഈ നിരപ്പ് എന്ന് പറയുന്ന കാര്യം. ഇവിടെ നാം വായിക്കുന്നത് അതിൻ്റെ അടുത്ത വാചകം, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനവാദികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകും. എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നല്ല ഈ കാര്യം ഇപ്പോൾ ചെയ്യുന്നത്. ദൈവദാസന്മാരിൽ കൂടെ ദൈവത്തിൻ്റെതായ സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിന് പകരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ദൈവവചന ശുശ്രൂഷയുടെ ഒരു അടിസ്ഥാന പ്രമാണമാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച്, നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച്, നമ്മുടെ മുൻവിധികൾക്കനുസരിച്ച് ചില വ്യക്തികൾ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ദൈവവചനം ശുശ്രൂഷിക്കാനായിട്ട് അവകാശം ദൈവവചനം തരുന്നില്ല. ഇവിടെ പറയുന്നത് ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവമാണ് സംസാരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെയാണോ ആ വ്യക്തിയോട് ഇടപെടാൻ അല്ലെങ്കിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ സംസാരിക്കുവാൻ ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഇടപെട്ടെ. ഇവിടെ മനുഷ്യൻ്റെ പാപം മുഖാന്തരം ദൈവത്തോട് അന്യനായിപ്പോയ അല്ലെങ്കിൽ അകന്നുപോയ മനുഷ്യനെ അവിടെ സ്വീകരിക്കുന്നതായിട്ട് നാം കാണും. ഇവിടെ 3 പ്രത്യേക വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള. റോമർ 5:10 ഞാൻ വായിച്ചു, ക്രിസ്തുവിൻ്റെ മരണത്താലാണ് ഈ നിരപ്പ് സാധിപ്പിച്ചത്. ഇവിടെ നാം വായിക്കുന്നത് ക്രിസ്തു മൂലം എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി നമ്മുടെ കൊലോസി ലേഖനത്തിൽ നാം വായിച്ച വേദഭാഗത്ത് അവിടെ കാണുന്ന കാര്യം, 2 കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരം. അപ്പോൾ ശ്രദ്ധിക്കുക, യേശു കർത്താവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, മരണം, ഈ 3 വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
ഈ 3 വാക്കുകളും ഒരേ കാര്യത്തിൻ്റെ 3 വിശദീകരണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ഈ നിരപ്പ് പ്രാപിച്ചത്. മറ്റൊരു മാർഗവും ദൈവം വെച്ചിട്ടില്ല. ഇത് നാം മനസ്സിലാക്കേണ്ടത് ഒരു വലിയ സത്യമാണ്. കാരണം ഇന്ന് പല ദുരുപദേശങ്ങൾ നമ്മുടെ ചുറ്റും അലയടിക്കുന്നുണ്ട്. സുവിശേഷ വിഹിത വിശ്വാസികൾ എന്ന് പറയുന്ന വ്യക്തികളിൽ കൂടെ പോലും വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാനായിട്ട് പലരും കഴിയാതെ പോകുന്നത് അവതരിപ്പിക്കുന്ന വ്യക്തികളുടെ വാക്ചാതുര്യം കൊണ്ടും ദൈവവചനത്തിൽ നിന്നുള്ള പല ഉദ്ധരണികളൊക്കെ പറയുന്നത് കൊണ്ടൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ വളരെ വ്യക്തതയോട് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം മാത്രമാണ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ആ നിരപ്പ് പ്രാപിച്ചതിൻ്റെ കാര്യം നാം വായിക്കുമ്പോൾ ഒന്നാമത്തെ ആശയമാണ് നാം ചിന്തിച്ചത്, ദൈവത്തോട് സ്നേഹിതന്മാരായി ആ ശത്രുത മാറി ഒന്നായിത്തീരും. രണ്ടാമത്തെ കാര്യം, ഈ നിരപ്പിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവം മാറ്റി. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാനോ നിരപ്പ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് ആ വ്യക്തി വളരെ സൗഹൃദമായിട്ട് മുമ്പോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ സാധിപ്പിച്ചത് പാപമോചനം ലഭിച്ചു, നരകത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, നാം സ്വർഗത്തിലേക്ക് പോകും. അത് പ്രാഥമികമായ അർത്ഥം മാത്രമാണ്. എന്നാൽ അതിനേക്കാൾ ഉന്നതമായ ആശയം എന്ന് പറയുന്നത് വളരെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രക്ഷിക്കപ്പെട്ട വ്യക്തി ദൈവത്തിൻ്റെ സാക്ഷിയായി ഭൂമിയിൽ ജീവിക്കണമെന്നും തൻ്റെ ജീവിതം പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കപ്പെട്ടവനാണെന്നും തൻ്റെ ഏതു മേഖലയിൽ കൂടെയും കർത്താവെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ളതായ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, സാധാരണ വിവാഹങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് പറയാറുള്ള വാചകമാണ്, ഇതുമേലാൽ നിങ്ങൾ 2 അല്ല 1 അത്രേ. എഫേസ്യർക്ക് 5-ാം അധ്യായത്തിൽ വിവാഹത്തെപ്പറ്റി പറയുമ്പോൾ ആ കാര്യം ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ മേലാൽ 1 അല്ല 2 അല്ല 1 അത്രേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെയും 2 വ്യക്തിത്വങ്ങളായി 2 ലക്ഷ്യങ്ങളോടുകൂടെ ജീവിക്കാനായിട്ടല്ല ഒരു ഭാര്യയും ഭർത്താവും വിവാഹത്തിൽ പ്രതിജ്ഞ ചെയ്ത് ഒന്നായിത്തീരും. എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ 2 പേർക്കും ഒരേ ലക്ഷ്യമാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും ഒരേ ലക്ഷ്യമാണ്. വ്യത്യസ്തമായ വ്യക്തികളാണെങ്കിൽ കൂടെ അവരുടേതായ പശ്ചാത്തലം വ്യത്യസ്തമാണ്, വിദ്യാഭ്യാസം വ്യത്യസ്തമായിരിക്കാം, മറ്റ് പലതും വ്യത്യസ്തമായിരിക്കാം. പക്ഷേ പിന്നീട് ഒന്നായി ചേരുമ്പോൾ അവർക്ക് ഒരേ ലക്ഷ്യത്തിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. ഇതുപോലെ ഒരു വ്യക്തി ദൈവവൈദ്യനായി തീരുമ്പോൾ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ നാം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയും കുറച്ച് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാൻ എന്നുള്ള ഒരു വ്യവസ്ഥിതി ദൈവവചനം പുതിയ ദൈവം പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നില്ല. നാം അത് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ ലഭിച്ചതിൻ്റെ ആവശ്യം ഞാനും ദൈവവും തായിട്ട് ഒരുമിച്ച് പോകാനായിട്ടുള്ള എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ഇനി അതിന് തടസ്സങ്ങളില്ല. എനിക്കോ ദൈവത്തിനോ എൻ്റെ നേരെ ഒന്നും തന്നെ പറയാനില്ല. നാം ഈ വായിച്ച വേദഭാഗത്ത് തന്നെ ശ്രദ്ധിക്കുക. അവിടെ 22-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നത്, നമ്മൾ മനസ്സുകൊണ്ടാകുന്നവരാണ് ശത്രുക്കളായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയും, നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തന്നെ മരണത്താൽ നിരപ്പിച്ചു. അപ്പോൾ മരണത്താൽ നിരപ്പിച്ചതിന് വലിയ ലക്ഷ്യമുണ്ട്. നമ്മെ ഇവിടെ വായിക്കുന്ന 3 വാക്കുകളാണ്: വിശുദ്ധര്, നിഷ്കളങ്കര്, കുറ്റമില്ലാത്തവർ. ഇപ്പോൾ ഇന്നത്തെ ഭൗതിക ജീവിതത്തിൽ നമ്മൾക്കറിയാം പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷേ ആ ദൈവിക ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ കണക്കിൽ എന്നെയും നിങ്ങളെയും വിശുദ്ധരായി അംഗീകരിച്ചു. ആ വിശുദ്ധിക്കനുസരിച്ച് നമ്മൾ പ്രായോഗിക ജീവിതം നയിക്കണം. മറ്റൊന്ന് പറയുന്നത്, അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, നിഷ്കളങ്കര്. നിഷ്കളങ്കർ എന്ന വാക്കിനെ എങ്ങനെ വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായിരുന്നാലും മനസ്സിൽ കളങ്കമില്ലാത്ത രീതിയിൽ ജീവിക്കുവാൻ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പൊയ്മുഖങ്ങളില്ലാത്ത, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാത്ത ഒരു ജീവിത ശൈലി നമുക്ക് വേണം. പലപ്പോഴും നമ്മൾ
അത് നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ നാം പലരും ചെയ്യുന്നതാണ്. അതായത് തൽക്കാലത്ത് സൗകര്യത്തിന് വേണ്ടി അല്പസ്വല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ ജീവിക്കാനല്ല നമ്മെ നിരപ്പിച്ചത്. വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്, കുറ്റമില്ലാത്തവർ. ഈ കുറ്റമില്ലാത്തവർ എന്ന വാക്കിന് ഞാൻ ഇത് പകുതി നോക്കിയപ്പോഴേ അവിടെ എനിക്ക് ലഭിച്ചൊരു ആശയം, പിശാച് നമ്മെ ഏത് സമയം കുറ്റം പറയാനായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുന്ന ഒരു വ്യക്തിയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വാക്ക് നാം കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവിടെ പിശാചിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്ന ഒരു വാക്കാണത്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന ഒരു അപവാദം. നാം അപ്പോൾ തിരിച്ചറിയണം, മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, അതൊക്കെ നാം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. എന്നാൽ നാം അറിയാതെ വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ ജീവിതത്തെ വീക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കുറ്റം പറയുകയാണ്. എന്താ കുറ്റം പറയുന്നത്? വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയല്ലേ ഈ വ്യക്തി, നിഷ്കളങ്കനായി ജീവിക്കും. അപ്പോൾ അവൻ്റെ സ്വഭാവം നോക്കൂ, അവൻ്റെ ജീവിതശൈലി നോക്കൂ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ദൈവസന്നിധിയിൽ പോലും കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു അപവാദി നമുക്കുണ്ട്. അതുകൊണ്ട് നാം ആ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ ആവശ്യം. അതുമാത്രമല്ല, ഈ നിരപ്പിച്ചു എന്ന വാക്കിന് അല്പം കൂടിയും അർത്ഥം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാധാരണഗതിയിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മനുഷ്യർ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു, അവർ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നു. കർത്താവ് വരുമ്പോൾ അല്ലെങ്കിൽ മരണത്തിന് ശേഷം നാം ദൈവസന്നിധിയിലായിരിക്കും, ദൈവത്തോടുകൂടി ആരാധിക്കും, അങ്ങനെ നാം അവിടെ സന്തോഷത്തോടെ ജീവിക്കും. ഇതാണ് നാം സാധാരണഗതിയിൽ ചിന്തിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശമരണത്തിലെ വ്യാപ്തി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. കാരണം ഈ പ്രകൃതി, നാം ജീവിക്കുന്ന ഈ ഭൂമി മനുഷ്യൻ്റെ പാപത്താൽ ശപിക്കപ്പെട്ടതാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിനക്ക് പഴയതുപോലെ അനുഗ്രഹം ലഭിക്കില്ല, കൃഷി ചെയ്താലും വേണ്ടത്ര ഫലം ലഭിക്കില്ല. നിന്റെ വളരെ കഷ്ടതയോടുകൂടെ നീ ഉപജീവനം കഴിക്കണം, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അധ്വാനിക്കണം എന്നൊക്കെ, അധ്വാനിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥിതി ഈ ഭൂമിക്ക് വന്നു. അത് മനുഷ്യൻ്റെ പാപമുഖാന്തരം ഒന്നാണ്. കാരണം ഈ ലോകം സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടിയാണ്. ഈ ലോകത്തെ സംവിധാനങ്ങൾ മനുഷ്യൻ്റെ ജീവിതശൈലിക്ക് വേണ്ടി നൽകിയതാണ്. അത് മനുഷ്യൻ്റെ പാപമുഖാന്തരം ശപിക്കപ്പെട്ടു. അതുകൊണ്ട് നാം ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം. അവിടെ നമുക്ക് പരിചയമുള്ള വാക്യമാണ്, എങ്കിൽ കൂടെ വായിക്കാം. 18 മുതൽ 22 വരെയുള്ള വാക്യം. ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വഴിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവങ്ങളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവരുടെ കൽപ്പന നിമിത്തമത്ത് സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഇറങ്ങി നീറ്റുന്നോടിരിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. ഇവിടെ പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നു പറയുന്നത്, അത് നമുക്ക് തേജസ്കരണം ഉണ്ടാകുമെന്ന് മാത്രമല്ല, നാം ഈ വസിക്കുന്ന ഭൂമി അവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പ്രപഞ്ചം ശപിക്കപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലായതുകൊണ്ട് മനുഷ്യൻ്റെ പാപം മുഖാന്തരം ഉണ്ടായ ആ വ്യാപ്തിയുടെ പ്രതിഫലനമാണ് അതൊക്കെ കാണുന്നത്. ഈ വീണ്ടെടുപ്പിലൂടെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായ ദൈവത്തോടുള്ള നിരപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വലിയ വ്യാപ്തി അതാണ്. കാരണം നാം ഈ വാക്യം വായിച്ചല്ലോ, കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിലെ 20-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, ഭൂമിയിലുള്ളതോ
സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു വ്യത്യാസം വരാൻ പോവുകയാണ്. ആ നിരപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ സ്കോപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സാധ്യത അത്രയും വിപുലമാണ്. മനുഷ്യന് വീണ്ടെടുപ്പ് സാധിക്കുന്നതെന്നുള്ളത് ശരിയാണെങ്കിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും തന്നോട് നിരപ്പിപ്പാനായിട്ട് പ്രസാദം തോന്നി. എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് ഒരു ഉദ്ധാരണം വരാനായിട്ട് പോവുകയാണ് ഈ നിരപ്പിൻ്റെ പരിണതഫലമായിട്ട്. മൂന്നാമതായിട്ട് കൊലോസ്യർ 2-ാം അധ്യായത്തിന് 15-ാം വാക്യം നമുക്ക് വായിക്കാം. ഇതിൻ്റെയോട് ബന്ധപ്പെട്ട് വാഴ്ചകളെയും അധികാരത്തെയും ആയുധവർഗം എത്തിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്ന് പറഞ്ഞാൽ ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളെ പരാജയപ്പെടുത്തിയ ഒരു കാര്യമാണ് യേശു കർത്താവിന് ക്രൂശ് മരണത്തിന് സാധിച്ചത്. നാം വിചാരിക്കുന്നത് പോലെ പിശാചിനെ പൂർണ്ണമായിട്ട് തോൽപ്പിച്ചു എന്ന് മാത്രം നാം മനസ്സിലാക്കിയാൽ പിശാച് ഇപ്പോൾ യാതൊരു പ്രവർത്തനവും ചെയ്യാതെ ജീവിക്കുന്നു എന്ന് നാം വിചാരിക്കരുത്. നാം അതിൻ്റെ ദൈവിക പദ്ധതി അനുസരിച്ച് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് രാജാവായി വാഴുന്നത് വരെ അവൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിൽ പിശാച് തോൽപ്പിക്കപ്പെട്ടവനാണ്. പിശാചിൻ്റേതായ എല്ലാ കാര്യങ്ങളും തോൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ മരണത്തിൽ അതിൻ്റെയും കൂടി സാധ്യത നാം കാണുന്നു. എന്ന് പറഞ്ഞാൽ വിപുലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കാണുന്ന ലോകത്തിൻ്റെ പ്രപഞ്ചത്തിലുള്ള എല്ലാ മേഖലകളിലേക്കും ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയുടേതായ അനുഗ്രഹങ്ങൾ ലഭിക്കത്തക്കവണ്ണം ഈ ഭൂമിയും, ശപിക്കപ്പെട്ട ഭൂമിയും മനുഷ്യനും ഈ സർവ്വചരാചരങ്ങളും ഈ അന്തരീക്ഷത്തിലുള്ളതായ സ്വർലോകങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് ദൈവം വസിക്കുന്ന 3-ാം സ്വർഗത്തിൻ്റെ ആ കാര്യമല്ല ഈ പറയുന്നത്. ഇംഗ്ലീഷിൽ അത് ഹെവൻസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ആദ്യ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നാണ് മലയാളത്തിലുള്ളത്. എന്നാൽ ഹെവൻസ് എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത്. പല തലങ്ങളിൽ ആ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നത്. അഥവാ ദുഷ്ടാത്മസേനകൾ വിഹരിക്കുന്ന ഒരു മണ്ഡലത്തിന് മീതെയുള്ള ഒരു സ്ഥലമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ അവിടെയും കൂടി കർത്താവിൻ്റെ നിരപ്പിൻ്റെതായ സ്വാധീനമെത്തിയിട്ട് അവരെ കീഴടക്കിയെന്നാണ്. ഇതോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. പിശാചിൻ്റെ തോൽപ്പിക്കപ്പെട്ടപ്പോൾ പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. പലപ്പോഴും നാം കർത്തമേശയ്ക്കൊക്കെ വായിക്കുന്ന വാക്യമാണല്ലോ. അതിങ്ങനെയാണ്: നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു. പലപ്പോഴും പല കൂട്ടങ്ങളിൽ പിശാചവാദം ഒഴിക്കാം, പിശാചിൻ്റെ കെട്ടഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ച് കാശ് മേടിക്കുന്ന പരിപാടിയുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നത് രക്ഷിക്കപ്പെട്ട് ദൈവവൈദ്യരായി തീർന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. അഥവാ ദൈവിക സാന്നിധ്യം അവൻ്റെ ജീവിതത്തിലുണ്ട്. ആ വ്യക്തിക്ക് ഈ പരാജയപ്പെട്ട പിശാചിനെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. പ്രശ്നങ്ങളുണ്ടാക്കാൻ കഴിയും, വെളിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ കഴിയും, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നാം കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പൗലോസിനെ കുത്തുവാൻ പിശാചിനെ അനുവദിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അത് ദൈവം അനുവദിച്ച ആ സാഹചര്യത്തിൽ മാത്രം ഒരു ബാലശിക്ഷ എന്ന നിലയിൽ ദൈവം അനുവദിച്ച കാര്യമാണ്. അല്ലാതെ പിശാചിൻ്റെ അധികാരത്തിന് കീഴിലോ കെട്ടിൻ്റെ കീഴിലോ ഒരു ദൈവവൈതൽ ജീവിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കും. കാരണം പിശാചിൻ്റെ അധികാരത്തിന് നമ്മെ വിളിച്ചതാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കൂടി ഒരു വാക്കുകൂടി വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഇവിടെ പറയുന്ന പിശാചിൻ്റെ ആ ഭയത്തിൽ, മരണഭീതിയിൽ കഴിച്ചു, ആ അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചു കഴിഞ്ഞു.
പൂർണ്ണമായ നിലയിൽ വീണ്ടെടുപ്പ് സാധിക്കുന്ന കർത്താവിൻ്റെ വീണ്ടും വരവിലാണ്, അല്ലെങ്കിൽ തേജസ്കരണം സംഭവിക്കുമ്പോഴാണ് എന്നുള്ള വാസ്തവമാണെങ്കിൽ കൂടെ ആ കാര്യം ദൈവമുമ്പാകെ സാധിപ്പിച്ചപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഊന്നൽ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ മേഖല പൈശാചിക ശക്തികൾക്ക് വരെ നമ്മെ ആക്രമിക്കാൻ കഴിയാതെ വണ്ണം നമുക്ക് ശല്യം ചെയ്യാൻ കഴിയും, മറ്റ് രീതിയിൽ തടസ്സങ്ങൾ ചെയ്യുവാൻ കഴിയും. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ നമ്മെ ബന്ധിപ്പിക്കാനോ നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനോ പിശാചിന് അനുവാദമില്ല. അവൻ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയും. ഞാൻ പെട്ടെന്ന് അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനമായി കണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അവൻ്റെ പുനരുദ്ധാനവുമാണ് എന്ന് കാണാൻ സാധിക്കും. ഈ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ വിചാരിക്കുക. ക്രൂശിൽ സംഭവിച്ച മറ്റൊരു കാര്യത്തിലേക്കാണ് ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ പറയുന്നത്, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളയും. ഇവിടെ 2 അർത്ഥമാണ് ആ വാക്കിന് ഉള്ളത്. ഒന്ന്, പഴയ നിയമ ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങൾ, പ്രമാണങ്ങളൊക്കെ അവർക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു പ്രമാണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യം തെറ്റിച്ചാൽ അതിന് ശിക്ഷയുണ്ട്. പല ശിക്ഷകൾക്കും മരണശിക്ഷയാണ് വിധിച്ചു വന്നിട്ട് അതിൽ നിന്ന് ഒരു വിടുതലില്ല. എന്നാൽ ഇവിടെ പറയുന്നത് ഈ കാര്യങ്ങൾ ചട്ടങ്ങളാൽ നമുക്ക്, ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആശയം മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം ഇവിടെ ശ്രദ്ധിക്കാം. മോശെ ഇവിടെ ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞെന്താ, ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. ഈ ചെയ്തില്ലെങ്കിൽ, തെറ്റിച്ചാൽ ഈ പഴയ നിയമ പ്രമാണങ്ങളിൽ കടുത്ത ശിക്ഷയാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. പലതിനും മരണശിക്ഷയാണ് നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിച്ചതാണ്. ഞാൻ ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുത്തു എന്ന് വിചാരിക്കും. ലോൺ എടുത്തു, വാഹനം വാങ്ങിച്ചു അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ നമ്മളവിടെ എഴുതി കൊടുക്കുന്നത് എന്താ, ഈ ലോൺ ഞാൻ അടച്ചു വീട്ടിക്കൊള്ളാം, അതിൻ്റെ പലിശ അടയ്ക്കാം. അടയ്ക്കാനായിട്ട് സമയം പോയാൽ പിഴപ്പലിശ വരും, അല്ലെങ്കിൽ അതായത് പീനൽ ഇൻട്രസ്റ്റ് വരും. അതിനുശേഷം എന്നിട്ടും പറ്റിയില്ലെങ്കിലോ ഈ സാധനം ജപ്തി ചെയ്ത് അല്ലെങ്കിൽ ബലമായി എടുത്തുകൊണ്ട് പോകാനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ ഈ വ്യക്തി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് അവനെതിരായി തന്നെ വരികയാണ്. ആശയം മനസ്സിലായല്ലോ? അതുപോലെ ഈ ദൈവജനം, ഇസ്രായേൽ ജനം മോശയുടെ മുന്നിൽ പറഞ്ഞതെന്താ, ഞങ്ങളതനുസരിച്ചുകൊള്ളാമെന്ന് ഏക ശബ്ദത്തോട് പറഞ്ഞു. ഇനി യോശുവയുടെ കാലത്തും ഇതേ കാര്യം ഉണ്ടായിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാമത്തെ യോശുവയുടെ ആ സംഭവം നമുക്കറിയാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ശേഷം യോശുവയുടെ പുസ്തകം 24-ാമത്തെ അതിൻ്റെ 24-25 വാങ്ങി. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിച്ചു, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്ക് ശേഖരിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. അവർക്ക് ചട്ടവും പ്രമാണവും അവിടെ നിയമിച്ചു. ഈ ചട്ടം അല്ലെങ്കിൽ നിയമം എന്നൊക്കെ പറയുന്നത് എന്താ? അവയോട് പറയുന്നത് എന്താ? ഞങ്ങൾ സേവിക്കും, അവൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും. അന്ന് ജനവുമായിട്ട് ഒരു നിയമം ചെയ്തു. ഈ നിയമം ചെയ്തു എന്ന് പറഞ്ഞത് ഞങ്ങളിത് അംഗീകരിച്ച് ജീവിച്ചോളാം, ഇല്ലെങ്കിലോ അതിൻ്റെതാ പറയുന്നത് ഫലം അനുഭവിക്കും. ഈ ന്യായപ്രമാണത്തിൻ്റെതായ ഈ കാര്യങ്ങളെയാണ് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു കളഞ്ഞു. അങ്ങനെ എതിരായിട്ടുണ്ടായിരുന്നു മായിച്ചു കളഞ്ഞു. മാത്രമല്ല അത് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനി അതിൻ്റേതായ പ്രശ്നങ്ങളില്ല. കാരണം ന്യായപ്രമാണം എന്ത് ശിക്ഷയാണോ
പാപം ചെയ്തവന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ചവന് പറഞ്ഞിട്ടില്ല, അത് കർത്താവ് ക്രൂശിൽ സഹിച്ചു കഴിഞ്ഞു. ഇനി ആ വ്യക്തി, കർത്താവ് വിശ്വസിച്ച വ്യക്തിക്ക് അത് ബാധകമേ. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശയം, ഇത് ന്യായപ്രമാണമുള്ളവർക്കല്ലേ, നമുക്ക് ന്യായപ്രമാണമുണ്ട്. നമ്മൾ ഇസ്രായേൽ മക്കൾക്കാണ് ന്യായപ്രമാണമുള്ളത്. ഈ ന്യായപ്രമാണമില്ലാത്ത നമുക്ക് ഇത് എങ്ങനെയാണ് ബാധകമാക്കുന്നത്? ഞാൻ ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കിട്ടാം. അത് റോമാലേഖനം 2-ാം അധ്യായം 14, 15, 16. ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകും. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഈ റോമലേഖനത്തിലെ ഈ ഭാഗത്തെ പ്രതിവാദി വിഷയം എന്ന് പറയുന്നത് യഹൂദനും ന്യായപ്രമാണമുള്ള യഹൂദനും ന്യായപ്രമാണമില്ലാത്ത ജാതികളും ദൈവവുമായി ഒരുപോലെ കുറ്റക്കാരാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് എഴുതുന്ന ഭാഗമാണ്. ഇവിടെ നാം വായിക്കുന്നത് പോലെ ന്യായപ്രമാണമില്ലാത്ത ജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവിക ന്യായപ്രമാണം കൊടുത്ത ഇസ്രായേൽ ജനത്തിനാണ്, നമുക്കതില്ലല്ലോ. എന്നാൽ ഇവിടെ പറയുന്ന പൗലോസ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അവർ തന്നെ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ മനുഷ്യർക്കും മനസ്സാക്ഷി നൽകിയിട്ടുണ്ട്, തെറ്റും ശരിയും തിരിച്ചറിയാൻ. ആ മനസ്സാക്ഷി ന്യായപ്രമാണം മാറ്റിവെച്ചു. ആ മനസ്സാക്ഷി അവന് കുറ്റം ചുമത്തുകയാണ്. തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റാണെന്നും ശരിയായ കാര്യങ്ങൾ ശരിയാണെന്നും അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ മതി. ഈ ന്യായപ്രമാണം പറഞ്ഞതിന് ബദലായിട്ടുള്ള സംവിധാനം ദൈവം എല്ലാ മനുഷ്യരിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മനസ്സാക്ഷി, ന്യായപ്രമാണമില്ലാത്തവരാണ്, മനസ്സാക്ഷി അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ഈ മനസ്സാക്ഷിയുടെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞിട്ടും തെറ്റ് ചെയ്താൽ, അതാണ് അവസാനത്തെ ഭാഗത്ത് വായിക്കുന്നത്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ. പലപ്പോഴും നമ്മളൊക്കെ പറയും, എൻ്റെ മനസ്സാക്ഷി മറ്റുള്ളവർക്ക് കാണാൻ സാധ്യമല്ലല്ലോ, അത് ഞാൻ എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പൊതുവെ എല്ലാവരും പറയും. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറയാം, പൗലോസ് പറയുന്നത് എൻ്റെ സുവിശേഷപ്രകാരം ഇവിടെ പറയുന്നത് മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണാം. അത് വായിക്കാൻ ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല. വെള്ളസിംഹാസനത്തിൽ നിൽക്കുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾ ഈ ലോകത്ത് ജീവിച്ചത് എല്ലാവരും അവിടെ വരികയാണ്, രക്ഷിക്കപ്പെടാത്തവരായിട്ടുള്ളത്. അവരുടെ നേരെ പുസ്തകങ്ങൾ തുറന്നു എന്നാണ് വായിക്കുന്നത്. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അന്നത്തെ ഭാഷയിൽ അന്നത്തെ സംവിധാനത്തിൽ പുസ്തകങ്ങൾ മാത്രമേ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ. ഇന്ന് അതിനേക്കാൾ കവിഞ്ഞ സംവിധാനങ്ങളുണ്ട്, നമുക്കറിയാം. കാര്യങ്ങൾ രേഖപ്പെടുത്താനും സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഇന്ന് ആധുനിക ലോകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി പോലും മറന്നുപോയ കാര്യങ്ങൾ അവിടെ രേഖകളായിട്ട് എടുത്തുകൊണ്ടുവന്ന് ഇവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ന്യായം പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സാക്ഷിയെ പൂർണ്ണമായും അനുസരിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഒരു വ്യക്തിക്കും കഴിയാതെ വണ്ണം കുറ്റക്കാരനായിട്ട് അവൻ തീരുകയാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ മനസ്സാക്ഷി എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, വളരെ ലളിതമായ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമുള്ളൊരു സംഭവമാണ്. ആ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ കല്ലെറിയാനായിട്ട് കൊണ്ടുപോകും. കല്ലെറിയാനായിട്ട് കൊണ്ടുവന്ന് എല്ലാവരും കല്ലെറിയണമെന്ന് ആവശ്യപ്പെട്ടു. മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കർത്താവ് എന്ന് പറഞ്ഞു. കർത്താവ് ഒന്നും മിണ്ടിയില്ല. പിന്നെയും ഇവർ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. എന്നിട്ട് അതിൽ 8-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു
നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവ് അവരോട് പറഞ്ഞില്ല നീയൊക്കെ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്, നീ ഇന്നതൊക്കെ ചെയ്തില്ലേ, ഇതൊന്നും പറഞ്ഞില്ല. അവിടെ പറയുന്നത് അവരുടെ മനസ്സാക്ഷിയുടെ ആക്ഷേപം, അല്ലെങ്കിൽ മനസ്സാക്ഷി തന്നെ അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച് അവർ കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോയി അവിടെ നിന്ന്. ഇത് മനുഷ്യൻ്റെ മനസ്സിലുള്ളതാണ്. നാം യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അത് യഹൂദയോട് പറയുന്ന വാക്കാണെങ്കിൽ കൂടെ എല്ലാവർക്കും ബാധകമാണ്. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുല കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിന്റെ പലകയും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ കൊത്തിയിരിക്കുന്നു. അവിടെ ശ്രദ്ധിക്കുക, 2-ാമത്തെ ഭാഗം, അത് അവരുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതപ്പെടും. ഏതാ ഹൃദയത്തിൻ്റെ പലക? നമുക്കറിയാം, അതൊരു ഭാഷാ പ്രയോഗമാണ്. ഇവരുടെ മനസ്സാക്ഷിയിൽ അവിടെ വായിക്കുന്നത് ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മാറിപ്പോകാതെ വണ്ണം ഹൃദയത്തിൻ്റെ പലകയിൽ മനസ്സാക്ഷിയിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. അപ്പോൾ ഈ മനസ്സാക്ഷിയിലുള്ളതായ, ഇപ്പം നാം കൊലോസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മരണത്തിലൂടെ സാധിപ്പിച്ചത് ഈ പഴയ നിയമകാലത്തുണ്ടായിരുന്നവർക്ക് ന്യായപ്രമാണത്തിലെ ചട്ടങ്ങൾ പ്രമാണങ്ങളൊക്കെ മാറ്റിപ്പോയി ക്രൂശിൽ തറപ്പിച്ചു. അതില്ലാത്തവർക്കോ അവരുടെ മനസ്സാക്ഷിയുടെ പോലും കുറ്റപ്പെടുത്താൻ കഴിയാതെ വണ്ണം അവരുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം വന്നു എന്നവരെ ബോധ്യപ്പെടുത്തി എന്നാണ് 2-ാമത്തെ ഭാഗം. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണമില്ലാത്ത ജാതികൾക്ക് അവരുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതാണെങ്കിൽ കൂടെ പാപമോചനം ലഭിച്ചപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സാധിച്ചത് അവരുടെ മനസ്സാക്ഷി ക്ലിയറായി. ഇനി അവർക്ക് കുറ്റബോധം വരുത്താൻ ആവശ്യമില്ലാതെ വണ്ണം അവർക്ക് നല്ല മനസ്സാക്ഷി ലഭിച്ചു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സ്വന്തം അനുഭവത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൽ തിമോഥെയോസിനോടാണ് പറയുന്നതെങ്കിലും തൻ്റെ സ്വന്തം സാക്ഷ്യമായിട്ടാണ് ആ വാക്കുള്ളത്. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. അവിടെ ശ്രദ്ധിക്കുക, നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ ഇപ്പോൾ പൗലോസിന് സാധിക്കുന്നത് അവൻ്റെ മനസ്സാക്ഷിയിൽ പാപബോധമില്ലാതെ വണ്ണം പാപത്തിന് എന്നേക്കുള്ള പരിഹാരം വന്നു കഴിഞ്ഞു. ദൈവസന്നിധിയിൽ ആരാധിക്കാനായിട്ട് വരുമ്പോൾ നിർമ്മലമായ മനസ്സാക്ഷിയോടുകൂടിയാണ് അവൻ. ഇബ്രായലേഖനം 10-ാം അധ്യായത്തിലും ഏകദേശം സമാനമായ പ്രയോഗം നാം കാണുന്നുണ്ടല്ലോ. ഇബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, 22-ാം വാക്യം. ഇവിടെ ദൈവമന്ദിരത്തിലേക്ക് ചെല്ലുവാൻ ആരാധിക്കുവാൻ ചെല്ലുന്ന വ്യക്തിയുടെ മനോഭാവത്തെ പറയുന്നത് ദുർമനസാക്ഷി നീങ്ങണം എന്ന് നീങ്ങി. ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇതേ അധ്യായത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ തന്നെ മുമ്പുള്ള വാക്യങ്ങൾ നാം വായിക്കുക. 17-18 വാക്യം. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളടുത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇവിടെ ദൈവം പാപത്തെ ക്ഷമിച്ചപ്പോൾ ആ പാപത്തെ ഓർക്കുന്ന പോലുമില്ല എന്ന നിലയിലാണ് ക്ഷമിച്ചത്. ഇവിടെ വായിക്കുന്നത് പുതിയ യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിനുള്ള ഉദ്ധരണിയായിട്ടാണ് ഇതെടുത്തിട്ട് പുതിയ നിയമം സ്ഥാപിച്ചപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെതായ പുതിയ നിയമ ആശയത്തിലേക്ക് ഈ ലേഖനകാരൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവം പാപത്തെ ക്ഷമിച്ചപ്പോൾ അവൻ്റെ മനസ്സാക്ഷിയിൽ പോലുമുള്ള പാപത്തെ ക്ഷമിച്ചപ്പോൾ ദൈവം പോലും അത് ഓർക്കുന്നില്ല. പലപ്പോഴും മനുഷ്യരാണ്, നമ്മളൊക്കെ അത് ഓർക്കും. പലപ്പോഴും ഞാൻ ഇന്നൊക്കെ ജീവിച്ചിരുന്ന ആളല്ലേ, ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാക്ഷ്യത്തിലൊക്കെ അത് പറയും. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്കതിൻ്റേതായ യാതൊരു കുറ്റബോധമോ പാപബോധമോ ആവശ്യമില്ല. കാരണം യേശു കർത്താവിൻ്റെ ക്രൂശിൽ അവൻ്റെ മനസ്സാക്ഷി പോലും അതുപോലെ ഉണ്ടായിരുന്ന പാപത്തിന് മുഴുവൻ പരിഹാരവും വന്നു കഴിഞ്ഞു. ദൈവം ഓർക്കയുമില്ലാതെ വണ്ണം പൂർണ്ണമായി ക്ഷമിച്ചു തന്ന
നിർമ്മല മനസാക്ഷിയോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ കഴിവുള്ളവനായിട്ട് അവൻ തീരുക. ഈ ഭാഗത്തോട് ഒരു വാക്കുകൂടെ ഞാൻ ചേർത്ത് പറഞ്ഞ് മുമ്പോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് മനസാക്ഷി ഇല്ലേ? ഉണ്ട്. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് മോശമല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ഇവിടെ പൗലോസ് പ്രത്യേക വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ കൂടി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ആദ്യമേ പറയുന്നത് എന്താണെന്നറിയാമോ? തൻ്റെ സ്വന്തം ജാതിക്ക് വേണ്ടി താൻ പറയുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണെന്ന് പറയുന്നതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ് വരുത്തുന്ന കാര്യമാണ്. എന്ന കാരണം ജാതികളുടെ അപ്പോസ്തലനാണ് പൗലോസ്. പത്രോസാണ് യഹൂദന്മാരുടെ സുവിശേഷകനായിട്ട് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തി. എന്നിട്ടും താൻ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാനിത് വെറുതെ പുറംപൂച്ച് പറയുന്നതല്ല, ഭംഗിവാക്ക് പറയുന്നതല്ല, വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാനീ പറയുന്നത് എന്ന് പറയുന്നതിന് തെളിയിക്കാൻ വേണ്ടി പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. എന്ന് 2-ാം വാക്യത്തിൻ്റെ അവസാനം, എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്തൊരു ദൈവ പൈതലിൻ്റെ മനസാക്ഷി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതാണ്. ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തെറ്റ് ചെയ്താൽ ദൈവവചനത്തിന് അനുസരിച്ച് നീ ചെയ്ത് തെറ്റല്ല എന്ന പരിശുദ്ധാത്മാവ് അവനെ ബോധ്യപ്പെടുത്തുന്നവരുടെ മനസാക്ഷി. പഴയ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിത്യജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മനസാക്ഷിയിൽ പ്രവർത്തിക്കുന്നത് ദൈവവചനത്തിനനുസരിച്ചുള്ള ജീവിതം, ശരിയായ ജീവിതം നയിക്കാനായിട്ട് അവനെപ്പോഴും സാക്ഷ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായത്തിലാണ് തോന്നുന്നു തൻ്റെ സാക്ഷ്യം പറയുന്ന ഭാഗത്ത് ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായത്തിലെ തൻ്റെ അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എല്ലായ്പ്പോഴും ദൈവത്തോടും മനുഷ്യരോടും. പല ആളുകളും പറയാനുള്ള ഒരു ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം എന്നോട് സഹോദരൻ ഒരു കാര്യം പറയുകയുണ്ടായി. ഞാൻ ദൈവമായിട്ടൊക്കെ നല്ല കൂട്ടായ്മയിലാണ്. സഹോദരന്മാരായിട്ടുള്ള കൂട്ടായ്മയൊന്നും എനിക്കിപ്പോൾ തൽക്കാലം വലിയ പ്രധാനമുള്ള കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ദൈവത്തോടൊക്കെ വളരെ നല്ല നിലയിലാണ് ജീവിച്ചു പോകുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന വാക്കുകളുണ്ട്, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും, ഇത് റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ചേർത്ത് വായിച്ചാൽ, എപ്പോഴും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിച്ച് എൻ്റെ മനസാക്ഷി ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞ ആശയം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിരപ്പിൻ്റെ ശുശ്രൂഷ മാത്രമല്ല, നമുക്കെതിരായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രമാണങ്ങളും അത് മായ്ച്ചു കളഞ്ഞു. അത് ക്രൂശിൽ തറച്ചു. എന്നേക്കുമായ വിടുതൽ നമുക്ക് ലഭിച്ചു. നമ്മുടെ മനസാക്ഷിയിൽ പോലും പാപത്തിൻ്റെ കുറ്റബോധം ഇല്ലാത്തവണ്ണം അതുപോലും ദൈവം ഏറ്റെടുത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ദൈവം ഓർക്കയില്ല എന്ന് പറയത്തക്ക രീതിയിൽ അത്രയും ഉന്നതമായ നിലവാരത്തിലേക്ക് നമ്മെ ആക്കി. എന്നാൽ നമ്മുടെ മനസാക്ഷിയെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിപ്പാൻ, ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാനായിട്ട് ചിലപ്പോൾ കഴിയാതെ പോകുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തി ശരിയായ രീതിയിൽ ജീവിപ്പാനായിട്ട് നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. എഴുതപ്പെട്ട ദൈവവചനം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവനാമഹത്വത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.